എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. SSLC എക്സാമിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് സമഗ്ര ക്വസ്റ്റ്യൻ പൂൾ എല്ലാ ചാപ്റ്ററിന്റെയും സമഗ്ര ക്വസ്റ്റ്യൻ പൂളിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഒരു 12 ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അപ്പം അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്നത്തെ ക്ലാസ്. വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളിൽ എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ പൂളത്തെ നമ്മുടെ ഗവൺമെന്റ് വെബ്സൈറ്റായ സമഗ്രത്തെ ക്വസ്റ്റ്യൻ പൂളത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ഒന്നിച്ചാണ് ഇട്ടിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്നിച്ച് പഠിക്കാം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. നന്നായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യാം. അപ്പം ആദ്യത്തെ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അത് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കണം. അപ്പൊ ഇന്നൊരു നമുക്കൊരു 10-12 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഊർജം ലാഭിക്കുവാൻ സഹായിക്കുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമാണ് LED ലാമ്പുകൾ. ഈ പ്രസ്താവന സാധൂകരിക്കുക. LED lamps save energy and are eco-friendly. Justify this statement. അപ്പം ഊർജം ലാഭിക്കാൻ സഹായിക്കുന്നതും പരിസ്ഥിതി സൗഹൃദപരവുമാണ്. അപ്പം അതിനെ നമുക്ക് ന്യായീകരിക്കാനുള്ള പോയിന്റ്സ് വേണം നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. 3 മാർക്കാണ്. അപ്പൊ 3 വാലിഡ് പോയിന്റ്സ് നമ്മളിവിടെ എഴുതിയിരിക്കണം. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിലമെന്റ് ഇല്ലാത്തത് കൊണ്ട് താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടമില്ല. ആസ് ദർ ഇസ് നോ ഫിലമെന്റ് ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. മെർക്കുറി, ഫ്ലൂറസെന്റ് പദാർത്ഥം എന്നിവ ഇല്ലാത്തത് കൊണ്ട് പരിസ്ഥിതിക്ക് ഹാനികരമല്ല. അതായത് നമ്മുടെ പരിസ്ഥിതിക്ക് ഹാനികരമായ ഗ്യാസുകൾ എമിറ്റ് ചെയ്യുന്നുണ്ടോ, പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് എന്ത് പരിസ്ഥിതി സൗഹൃദപരമാണോ എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം LED ബൾബുകളിൽ ഫ്ലൂറസെന്റ് മെറ്റീരിയൽസ് ഇല്ല. സിൻസ് ദർ ഇസ് നോ മെർക്കുറി ആൻഡ് ഫ്ലൂറസെന്റ് മെറ്റീരിയൽസ് ഇൻ ഇറ്റ്, ഇറ്റ് ഇസ് നോട്ട് ഹാർംഫുൾ ടു ദ എൻവയോൺമെന്റ്. ദീർഘകാലം ഉപയോഗിക്കാവുന്നതും പുനരുപയോഗ സാധ്യതയുമുള്ളതുമാണ്. നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. ഒരു LED ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഇപ്പൊ ഒരുമാതിരി LED ബൾബുകളാണ് ഉള്ളത്. ഫിലമെന്റ് ബൾബുകൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം ഒരുപാട് കാലം നിൽക്കും. നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റും. കേടായി കഴിഞ്ഞാലും നേരെയാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബൾബാണ് എന്ത് LED ബൾബുകൾ എന്നുള്ളത്. അപ്പൊ 3 പോയിന്റ് എഴുതി നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അതൊരു പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് when 1 ampere current flows through a 1 ohm resistance wire for 1 hour. 1 ഓം പ്രതിരോധമുള്ള ചാലകത്തിലൂടെ 1 ആംപിയർ വൈദ്യുതി 1 മണിക്കൂർ പ്രവഹിച്ചാൽ എത്ര ജൂൾ താപം ഉണ്ടാകും? അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? കറണ്ട് I is equal to 1 ആംപിയർ, റെസിസ്റ്റൻസ് is equal to 1 ഓം, ടൈം തന്നിട്ടുണ്ട്. ടൈം is equal to 1 hour ആണ്. 1 hour എന്നുള്ളത് SI യൂണിറ്റ് അല്ല. അപ്പൊ നമ്മൾ അതിനെ സെക്കൻഡിലേക്ക് മാറ്റണം. 1 hour എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ്സ് ആണ്. പിന്നെ നമ്മുടെ ഫോർമുല H equals I squared RT. ഫോർമുല എഴുതുന്നതിന് മാർക്ക് ഉണ്ട്. അപ്പൊ എന്നിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം I എത്രയാണ്? 1 ആംപിയർ. സോ 1 സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ ഇൻറ്റു എത്ര വരും? 1 hour 3600 സെക്കൻഡ്സ് എന്നുള്ളത് 1 ഓം ആണ്. ഇത് 1 ഓം ആണ്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അടുത്തത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് 5 1 ഓം പ്രതിരോധകങ്ങൾ തന്നിരിക്കുന്നു. ഇതുപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും കൂടിയ പ്രതിരോധം എത്ര, ഏറ്റവും കുറഞ്ഞ പ്രതിരോധം എത്ര? ഏറ്റവും കൂടിയ പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അല്ലെ. കാൽക്കുലേറ്റ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ യൂസിങ് 5 1 ഓം റെസിസ്റ്റേഴ്സ്. അതായത് 1 ഓം റെസിസ്റ്റർ 5 എണ്ണം ഉണ്ട്. സീരീസ് കണക്ഷനിലാണ് എന്ത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിരോധം ഉണ്ടാവുന്നത്. അപ്പം 1 + 1 + 1 + 1 + 1 5 ഓം ആണ് എന്ത് ഏറ്റവും കൂടുതലുള്ള പ്രതിരോധം. ഇനി ഏറ്റവും കുറഞ്ഞ പ്രതിരോധം കിട്ടുന്നത് എങ്ങനെയാ? സമാന്തര രീതിയിൽ കണക്ട് ചെയ്യുമ്പോഴാണ് അല്ലെ. അപ്പം ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്? 1 ഓം. നമുക്കറിയാം 1/R is equal to 1/R1 + 1/R2 + 1/R3 + etc. ആണ്. അപ്പൊ 1/R is equal to 1/1 + 1/1 + 1/1 + 5 പ്രാവശ്യം. അപ്പൊ എത്ര വരും? 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അങ്ങനെ 5 പ്രാവശ്യം കൂട്ടി എത്ര വരും? 5 എന്ന് വരും. 1/R is equal to 5. R is equal to 1/5 ohms എന്നാണ് എന്ത് ഏറ്റവും കുറഞ്ഞ പ്രതിരോധം വരുന്നത്. അപ്പൊ ഇത് 1/5 ohms.
3.5 ഓം സഫല പ്രതിരോധം ലഭിക്കണമെങ്കിൽ ഈ പ്രതിരോധകങ്ങളെ എങ്ങനെ ക്രമീകരിക്കണമെന്ന് ചിത്രീകരിക്കുക. Draw a circuit in which these resistances are arranged in order to get an effective resistance 3.5 ohms. 3.5 ഓം കിട്ടണം. നമുക്കറിയാം 3.5 ഓം എന്ന് പറയുമ്പം നമുക്ക് എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 5 റെസിസ്റ്റേഴ്സ് ഉണ്ട് 1 ഓമില്. അപ്പൊ 3 പ്ലസ് 0.5 ആണ് അല്ലെ. 3 പ്ലസ് 0.5 ആണ് എന്ത്? 3.5. ഇങ്ങനെ വേണം ചിന്തിക്കാൻ വേണ്ടിയിട്ട്. 3 പ്ലസ് 0.5 എന്ന് പറയുമ്പോൾ 3 റെസിസ്റ്റേഴ്സ് സീരീസ്, 3 1 ഓം സീരീസ് കണക്ട് ചെയ്ത ഇവിടെ എന്തായി? ഇവിടെ 3 ഓമായി. പിന്നെ 1 ഓമും 1 ഓമും പാരലായിട്ട് കണക്ട് ചെയ്താൽ എന്ത് പറ്റും? 1/2 അല്ലെങ്കിൽ 0.5 കിട്ടും. അപ്പൊ ഇവിടെ 0.5 ഓം ആണ്. പിന്നെ ഈ 3ഉം 0.5ഉം കൂട്ടിയ 3.5 എന്ന് കിട്ടും. അങ്ങനെയാണ് നമ്മളത് ചിന്തിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ എബവ് സർക്യൂട്ട്. ചിത്രത്തിലെ പ്രതിരോധകങ്ങളുടെ സഫല പ്രതിരോധം കണക്കാക്കുക. സഫല പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എന്താണ്? രണ്ടും സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം 4 + 2 നമുക്ക് എത്ര കിട്ടും? 6 ഓം കിട്ടും. If the electric current is flowing for 10 minutes, calculate the amount of heat energy produced. 10 മിനിറ്റ് വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ പ്രതിരോധകങ്ങളിൽ രൂപപ്പെടുന്ന ആകെ താപത്തിന്റെ അളവ് കണക്കാക്കുക. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? V = 12. ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര കിട്ടി നമുക്ക്? 4 + 2 6 ഓംസ് കിട്ടി. പിന്നെ ടൈം തന്നിട്ടുണ്ട്. ടൈം T = 10 മിനിറ്റ്. മിനിറ്റ് നമ്മൾ ടൈമിന്റെ SI യൂണിറ്റ് അല്ല, അപ്പൊ അതിന് സെക്കൻഡിലേക്ക് ആക്കണം. 10 × 60 സെക്കൻഡ്സ്. അപ്പം Hന്റെ ഇക്വേഷൻ എന്താ? കറണ്ട് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിലെ ഇക്വേഷൻ എടുക്കാം. H = V²/R × T. V² എത്രയാ? 12. 12² / 6 × 10 × 60. ഒറ്റയടിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആൻസർ 14,400 ജൂൾസ് എന്ന് കിട്ടും. ഇനി calculate the heat energy produced in 10 minutes if these resistors are connected in parallel. അപ്പൊ രണ്ടും പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്കറിയാം ടോട്ടൽ പാരലൽ റെസിസ്റ്റൻസ് R1 R2 / R1 + R2 4 × 2 / 4 + 2. അപ്പൊ എത്ര കിട്ടും? 4 × 2 8, 8/6 4/3 കിട്ടും. 4/3 ഓംസ് ആണ് എന്ത്? പാരലൽ കോമ്പിനേഷൻ റെസിസ്റ്റൻസ്. അപ്പം H = V²/R × T. V² എത്രയാണ്? 12². R എത്രയാണ്? 4/3. ടൈം സെയിം തന്നെയാണ്. ടൈം എത്രയാണ്? 10 മിനിറ്റ്സ് ആണ്. അപ്പൊ 10 × 60. 3 മുകളിലോട്ട് പോകും, 4 ഇവിടെ ഉണ്ട്. അപ്പൊ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 64800 ജൂൾസ്, 64,800 ജൂൾസ് എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ആകെ വ്യത്യാസം വന്നത് പാരലൽ കണക്ഷനിലേക്ക് വരുമ്പോൾ സമാന്തര രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ പ്രതിരോധകങ്ങൾ സമാന്തരമായി ഘടിപ്പിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് പ്രതിരോധകങ്ങളിൽ രൂപപ്പെടുന്ന ആകെ താപത്തിന്റെ അളവ്. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ്, സബല പ്രതിരോധം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അവിടെ. എന്നിട്ട് എന്ത് ചെയ്യണം? സബല പ്രതിരോധം കണ്ടിട്ട് V²/R × T. അല്ലെങ്കിൽ നമുക്ക് കറണ്ടിന്റെ ഇക്വേഷൻ, കറണ്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ടും ചെയ്യാം. അപ്പൊ അവിടെ സമയം അധികം എടുക്കും. അത് കാരണമാണ് നമ്മൾ ആ V²/R എന്നുള്ള ഇക്വേഷൻ എടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, 440 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം 230 വോൾട്ട് സപ്ലൈയിൽ പ്രവർത്തിക്കുന്നു. ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ട ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് തന്നിരിക്കുന്നവയിൽ ഏതാണ്? അപ്പം പവർ തന്നിരിക്കുന്നുണ്ട്, പിന്നെ വോൾട്ടേജും തന്നിട്ടുണ്ട്. 230 വോൾട്ട്. An electrical device of power for 40 watt is connected to 230 volts power supply. Which among the following is the amperage of the fuse to be used in the circuit? അപ്പൊ ഇവിടെ തന്നിട്ട് 0.5 ആംപിയർ, 2 ആംപിയർ, 1.5 ആംപിയർ, 4 ആംപിയർ. അപ്പൊ ആംപിയറേജ് എന്ന് പറഞ്ഞാൽ വാട്ടേജ് ബൈ വോൾട്ടേജ് ആണ്. വാട്ടേജ് തന്നിരിക്കുന്നത് 440 ആണ്, വോൾട്ടേജ് 230. അപ്പം 1.9 ആണെന്ത്? 1.9 ആംപിയർ ആണെന്ത്? ആംപിയറേജ് കിട്ടുന്നത്. അപ്പൊ നമുക്കറിയാം ആംപിയറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിനെക്കാണി ഇത്തിരി കൂടി, ഒരുപാട് കൂടരുത്, ഇത്തിരി കൂടി. അപ്പൊ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂസ് വയർ ഏതാണ്? 2 ആംപിയർ ഫ്യൂസ് വയർ ആണ് എന്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 0.5 1.9 കുറവാണ്, 1.5 കുറവാണ്, 4 എന്ന് വെച്ചാൽ നല്ല കൂടുതലാണ്. അപ്പൊ ഇതൊന്നും തന്നിരിക്കുന്നതിന് 2 ആംപിയർ ആണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. The given experiment is based on heating effect of electric current. Which device is used
to change the intensity of current in the circuit. Nichrome is used to make the heating coil to change the temperature of water. Why do we use this material as heating element? If we double the length of the coil immersed in water, what will be the change in the heat energy produced? വൈദ്യുതിയുടെ താപഫലം ഉപയോഗപ്പെടുത്തുന്ന ഒരു പരീക്ഷണമാണ് നൽകിയിരിക്കുന്നത്. ഈ പരീക്ഷണത്തിൽ വൈദ്യുത പ്രവാഹ തീവ്രത വ്യത്യാസപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗം ഏത്? അപ്പം വൈദ്യുത പ്രവാഹ തീവ്രത ചേഞ്ച് ചെയ്യുന്നത് ഏതാ? നമുക്കറിയാം റിയോസ്റ്റാറ്റ്. റിയോസ്റ്റാറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടി. ജലത്തിന്റെ താപനിലയിൽ വ്യത്യാസപ്പെടുത്തുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന കമ്പിച്ചുരുൾ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം എന്ന പദാർത്ഥം കൊണ്ടാണ്. ഇത് ഉപയോഗിക്കാനുള്ള കാരണം എന്ത്? അപ്പം നിക്രോം എന്നുള്ളത് എന്താണ്? നിക്രോം മാത്രം എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതിന് ഉയർന്ന റെസിസ്റ്റിവിറ്റിയും ഉയർന്ന ദ്രവണാങ്കവുമാണ്. അതായത് നമ്മൾ ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ആ മെറ്റീരിയൽ ഒരുപാട് ചൂടാവും. അപ്പൊ അതിന്റെ ദ്രവണാങ്കം കുറവാണെങ്കിൽ എന്ത് പറ്റും? കുറച്ച് ചൂടാവുമ്പോഴേക്കും അത് ഉരുകി പോകും. അപ്പൊ ഇതിന് ഉയർന്ന ദ്രവണാങ്കമാണുള്ളത്. ഓക്കെ, ഇനി ഇത് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഉപയോഗിച്ചിരിക്കുന്ന കമ്പിച്ചുരുളിന്റെ നീളം ഇരട്ടിയാക്കിയാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൽ ഉണ്ടാകുന്ന മാറ്റം വിശദീകരിക്കുക. If the length of the coil immersed in water, if we double the length of the coil immersed in water, what will be the change in the heat energy produced? അവിടെ 2 മാർക്ക് ഉണ്ട്. അപ്പൊ നിക്രോമിന്റെ കാര്യത്തിൽ Nichrome is used to make the heating coil to change the temperature of water. Why do we use this material as heating element? Nichrome has high resistivity and high melting point. But length double എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണ്. ലെങ്ത് ഡബിൾ എന്ന് പറഞ്ഞാൽ പുതിയ റെസിസ്റ്റൻസ് എന്ത് പറ്റും? 2 times R ആവും അല്ലെ? ലെങ്ത് ഡബിൾ ആയി കഴിഞ്ഞാൽ അപ്പൊ എന്ത് പറ്റും? ന്യൂ കറന്റ് I dash is equal to I divided by 2 now. ഓക്കെ, I dash എന്ത് പറ്റും? റെസിസ്റ്റൻസ് ഡബിൾ ആവുമ്പോൾ കറണ്ട് പകുതിയാവും. അപ്പൊ എന്ത് പറ്റും? ഹീറ്റും കുറയും. ഹീറ്റ് എനർജി പ്രൊഡ്യൂസ്ഡ് ഓൾസോ വിൽ ബി ഡിക്രീസ്ഡ്. അതാണ് അവിടെ ആൻസർ. ഇനി സ്വിച്ച് ഓൺ ചെയ്താൽ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം എത്രയായിരിക്കും? സ്വിച്ച് ഓൺ ചെയ്താൽ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം എത്രയായിരിക്കും? സർക്യൂട്ടിൽ ഫ്യൂസ് വയറിന്റെ ആവശ്യകത എന്ത്? ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് എത്രയായിരിക്കും? സ്വിച്ച് ഓൺ ചെയ്താൽ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം എത്രയായിരിക്കും? When the switch is on, calculate the current in the circuit. അപ്പൊ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? പവർ P is equal to 100 watt. AC വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. V is equal to 230 volt. അപ്പൊ I is equal to P divided by V. ഏതാ നമ്മുടെ ഇക്വേഷൻ? P equals VI എന്നുള്ള ഇക്വേഷന് I is equal to P by V എടുക്കാം. അപ്പൊ അവിടെ നമ്മൾ കറണ്ട് 0.43 ആംപിയർ എന്ന് കിട്ടും. ഈ സർക്യൂട്ടിൽ ഫ്യൂസ് വയറിന്റെ ആവശ്യകത എന്ത്? ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഹീറ്റ് ആയിട്ട് മെൽറ്റ് ആവും. അപ്പം ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡും ഉണ്ടാകുമ്പം സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാനാണ് നമ്മള് ഫ്യൂസ് വയർ യൂസ് ചെയ്യുന്നത്. ഈ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് എത്രയായിരിക്കും? നമുക്ക് എത്രയാണ് കറണ്ട് കിട്ടിയിരിക്കുന്നത്? 0.434 ആംപിയർ ആണ്. അപ്പൊ ആംപിയറേജ് 0.5 ആംപിയർ ഉള്ള ഫ്യൂസ് വയർ നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. Aluminum and nichrome wires of same length and thickness are used in the given circuit. In which circuit the current through aluminum and nichrome are the same? In which circuit nichrome wire gets heated more? Explain. അലുമിനിയം ഒരേ നീളവും കനവുമുള്ള അലുമിനിയം നിക്രോം കമ്പികൾ ഉപയോഗിച്ചിരിക്കുന്ന 2 സർക്യൂട്ടുകളാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. അലുമിനിയം കമ്പിയിലൂടെയും നിക്രോം കമ്പിയിലൂടെയും തുല്യ അളവിൽ കറണ്ട് പ്രവഹിക്കുന്ന സർക്യൂട്ട് ഏത് സർക്യൂട്ടിലാണ് നിക്രോം കമ്പി കൂടുതലായി ചൂടാകുന്നത്? വിശദീകരിക്കുക. അപ്പൊ നമുക്കറിയാം, 2 അലുമിനിയം ആയാലും നിക്രോം ആയാലും എന്തായാലും നമ്മൾ സീരീസ് ആയിട്ട് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്? സെയിം കറണ്ട് ആയിരിക്കും. ഇതിൽ ഏതാണ് ശ്രേണി രീതി ഉള്ളത്? സർക്യൂട്ട് എ ആണ് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അപ്പൊ ശ്രേണി രീതിയിലാകുമ്പോൾ കറണ്ട് അങ്ങനെ ശ്രേണി രീതി മനസ്സിലാക്കുക. ഒരു കറണ്ട് അവിടെ സ്പ്ലിറ്റ് ആവണില്ല. മറ്റേ സർക്യൂട്ടിൽ കറണ്ട് 2 സ്പ്ലിറ്റ് ആവും. ഏത് സർക്യൂട്ടിലാണ് നിക്രോം കമ്പി കൂടുതലായി ചൂടാകുന്നത്? അതും നമുക്ക് ആൻസർ സർക്യൂട്ട് എ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സർക്യൂട്ട് എയില് നമ്മൾ സീരീസ് കണക്ഷൻ ആണ്, ശ്രേണി രീതിയാണ്. അപ്പം
അതിൽ രണ്ടിലും സെയിം കറണ്ട് ആണ്. സെയിം കറണ്ട് ആവുമ്പം ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് വരിക? അലുമിനിയം. നമുക്ക് റെസിസ്റ്റൻസ് അറിയണമെന്നില്ല. അലുമിനിയം എന്ന് പറഞ്ഞാൽ പ്യുവർ മെറ്റൽ ആണ്, നിക്രോം എന്ന് പറഞ്ഞാൽ അലോയ് ആണ്. അപ്പം നിക്രോമിനാണ് അലുമിനിയത്തിനെക്കാളും റെസിസ്റ്റൻസ് കൂടുതലുണ്ടാവും. അപ്പൊ എന്ത് പറ്റും? ഒരേ കറണ്ട് പോകുമ്പോ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഏതിനാണോ പ്രതിരോധം കൂടുതൽ, അതിന് ഹീറ്റ് പ്രൊഡ്യൂസ്ഡും കൂടുതലായിരിക്കും. Circuit A, the resistance are connected in series and the current is the same. So the nichrome wire, which is having more resistance, gets heated up more. അതാണ് അതിന്റെ റീസൺ. ഇനി ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. റിയോസ്റ്റാറ്റും പ്രതിരോധവും സർക്യൂട്ടിൽ ഏത് രീതിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? റിയോസ്റ്റാറ്റും പ്രതിരോധവും. How is rheostat and resistor connected in the circuit? രണ്ടും നമുക്കറിയാം. ഇതെന്താണ്? സീരീസ് കണക്ഷൻ ആണ് റെസിസ്റ്റൻസും റിയോസ്റ്റാറ്റും തമ്മിൽ. If the rheostat offers a resistance of 50 ohm, what is the current in the circuit? ഈ എന്താ പറയുക, റിയോസ്റ്റാറ്റിന്റെ പ്രതിരോധം 50 ഓം ആണെങ്കിൽ സർക്യൂട്ടിന്റെ കറണ്ട് എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ രണ്ടും സീരീസിലായതുകൊണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും? 60 ഓം വരും. കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ V/R എന്ന് കൊടുത്തു കഴിഞ്ഞാൽ V എത്രയാണ്? 6 വോൾട്ട് ആണ്. റെസിസ്റ്റൻസ് 60 ഓം ആണ്. അപ്പൊ നമുക്ക് 0.1 ആംപിയർ എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് മാർക്കിംഗ് സ്കീം കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പിനും എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പബ്ലിക് എക്സാം എഴുതുമ്പോൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം അതാണ്. ഫോർമുല എഴുതിയ ഹാഫ് മാർക്ക്, ഫോർമുല എഴുതിയിട്ടില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല, ഹാഫ് മാർക്ക് കിട്ടില്ല. കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് ആൻസർ വിത്ത് പ്രോപ്പർ യൂണിറ്റിന് ഹാഫ് മാർക്ക്. ഈ സാഹചര്യത്തിൽ സർക്യൂട്ട് 5 മിനിറ്റ് ഓൺ ചെയ്ത് വെച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കും? അപ്പം ടൈം 5 മിനിറ്റ് ആണ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 × 60 സെക്കൻഡ്, അതായത് 300 സെക്കൻഡ് വരും. അപ്പം താപം കണ്ടുപിടിക്കാൻ 2-3 വഴികളുണ്ട്. VIT ഉണ്ട്, I²RT ഉണ്ട്. ഇതിൽ നമുക്ക് എല്ലാ വാല്യൂസും ഉണ്ട്. അപ്പൊ ഏത് ഇക്വേഷൻ വേണമെങ്കിലും, ആ 3 ഇക്വേഷൻസിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ടൈം തന്നിട്ടുണ്ട്, V ഉണ്ട്, R ഉണ്ട്, I ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഇക്വേഷൻ വെച്ചിട്ട് യൂസ് ചെയ്യാം. 2 മെത്തേഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. H = VIT, അത് പവർ VI അല്ലേ, അപ്പം VI × T. അപ്പൊ അത് കണ്ടാലും എങ്ങനെ കണ്ടാലും നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 180 ജൂൾസ് എന്നാണ് കിട്ടുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ബൾബ് ലേബിൾഡ് ആസ് 100 watt 230 volt is connected to 115 volt power supply. What will be its power? എ ബൾബ്. അപ്പം വാല്യൂസ് തന്നിട്ടുണ്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ ബൾബ്, ഒരു ബൾബ് 100 വാട്ട് 230 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു ബൾബിന് ലഭിക്കുന്ന വോൾട്ടേജ് 115 വോൾട്ട് ആയാൽ പവർ. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ കഴിഞ്ഞ ഡിസ്കഷനിൽ ഇതേപോലത്തെ 2 ക്വസ്റ്റ്യൻസ്, ഇതേ ടൈപ്പുള്ള 2 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതായത് 230 വോൾട്ട്, അതിന്റെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 115 വോൾട്ട്, അതിന്റെ നേർ പകുതിയാണ് എന്ത് വോൾട്ടേജ് വരുന്നത്. പി എത്രയാണ്? 25 വാട്ട്. അപ്പൊ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V²/R ആണ്. അപ്പൊ R എന്താണ്? R = V²/P. അപ്പം V²/P, V² എത്രയാണ്? V² ആദ്യം 230² / 100. അപ്പൊ ഇതേ റെസിസ്റ്റൻസ് ആണ് എന്ത് മറ്റേ അടുത്ത 115ൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പം സെയിം റെസിസ്റ്റൻസ് ആണ് വരിക. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്കറിയാം, V1² / P1 = V2² / P2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? P2. P2 = V2² / V1² × P1. അപ്പൊ ഇവിടെ നമ്മള് ഈ മെത്തേഡ് ഓക്കെയാണ്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻ ഒന്ന് ചൂസ് ചെയ്യേണ്ട ആൻസർ ആണ്. അപ്പൊ നമ്മൾ അത്ര ഒരുപാട് കാൽക്കുലേഷൻ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ V2 എത്രയാണ്? V2 115 / 230 ഹോൾ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ P1. P1 എത്രയാണ്? 100. 115/230 നമുക്കറിയാം 1/2 ആണ്. 1/2 സ്ക്വയർ × 100, അതായത് 100/4 ആണ്. ഡയറക്റ്റ് നമുക്ക് 25 വാട്ട്സ് എന്ന് കിട്ടും. ഈ മെത്തേഡാണ് നിങ്ങൾക്ക് കൺവീനിയന്റ് എങ്കിൽ. പക്ഷെ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷെ 23 സ്ക്വയർ ആയത് കാരണം കുഴപ്പമില്ല. 23-30 വരെ നിങ്ങൾ സ്ക്വയർ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇതാണ് നമുക്ക് കാൽക്കുലേഷൻ അധികം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്. ഓക്കെ.
ചിത്രം നിരീക്ഷിക്കുക. B1 ഒരു ടോർച്ച് ബൾബും B2 സർക്യൂട്ടിലെ ഫിലമെന്റ് ലാമ്പുമാണ്. ഇവയിൽ പ്രതിരോധം കൂടിയ ബൾബ് ഏത്? ബൾബുകൾ സർക്യൂട്ടിലുള്ളതുപോലെ ക്രമീകരിച്ച് സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബുകൾ പ്രകാശിക്കുമോ? സർക്യൂട്ടിൽ B2 ബൾബ് ഒഴിവാക്കി 2 B1 ബൾബുകൾ ബന്ധിപ്പിച്ച് സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കും? വിശദീകരിക്കുക. Observe the given circuit diagram. B1 is a torch bulb and B2 is an ordinary incandescent bulb. Among B1 and B2, which one have higher resistance? If we switch on the circuit as arranged in the diagram, whether both bulbs will glow or not? What happens if we switch on the circuit after replacing B2 with another bulb B1? Explain. അപ്പം B1 ടോർച്ച് ബൾബാണ്. അപ്പം B1ന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? B1 P is equal to 3 watt, V is equal to 3 volt. B2 നോ, B2 is equal to, B2ന് എന്താ തന്നിരിക്കുന്നത്? B2 P is equal to 60 വാട്ടും വോൾട്ടേജ് is equal to 240 വോൾട്ടും ആണ്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവയിൽ പ്രതിരോധം കൂടിയ ബൾബ്, പ്രതിരോധം കൂടിയ എവിടെ എത്ര വരും? B1ൻ്റെത് R is equal to V square divided by P. ഇത് 4 മാർക്കിന്റെയാണ്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. V square എത്രയാണ്? 3 square divided by 3. അപ്പം 9/3. അപ്പൊ എത്ര വരും? 3 ohms വരും. അപ്പൊ ഇവിടെ നമുക്കറിയാം എന്ത്? B2 60 വാട്ടും 240 വോൾട്ടും ആണ്. അപ്പം 240 സ്ക്വയർ ഡിവൈഡഡ് ബൈ 60. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതിനാണ് എന്ത്? പ്രതിരോധം കൂടുതൽ. ഇനി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. ഇനി ബൾബുകൾ സർക്യൂട്ടിൽ ഉള്ളതുപോലെ ക്രമീകരിച്ച് സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബുകൾ പ്രകാശിക്കുമോ? ഇതുപോലെ ഇപ്പൊ ആദ്യം തന്ന സർക്യൂട്ടിനകത്ത് സ്വിച്ച് ഓൺ അല്ല, പക്ഷെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബൾബുകൾ പ്രകാശിക്കും. അതിലെ കൂടെ കറണ്ട് പോകും, അപ്പൊ എന്തായാലും പ്രകാശിക്കും. സർക്യൂട്ടിൽ B2 ബൾബ് ഒഴിവാക്കി 2 B1 ബൾബുകൾ ബന്ധിപ്പിച്ച് സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പം ഇപ്പൊ എന്താണ് പറ്റുന്നത്? 240 സ്ക്വയർ ബൈ 60. ഇവിടെ വലിയൊരു പ്രതിരോധവും ഇവിടെ എന്താണ്? ഒരു ചെറിയൊരു പ്രതിരോധം അല്ലെ? ഇപ്പം 3 ohmsഉം ഇത്രയും 240 സ്ക്വയർ ബൈ 60 അത്രയും പ്രതിരോധമാണ് എന്ത് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഈ B2നെ ഒഴിവാക്കിയിട്ട് B1 വെച്ചാൽ 3+3 ആവും. 3+3 6 ohm ആവും. 3+3 അപ്പൊ എന്ത് പറ്റും? പ്രതിരോധം കുറയും. റെസിസ്റ്റൻസ് വിൽ ഡിക്രീസ്, കറണ്ട് വിൽ ഇൻക്രീസ്. അപ്പൊ എന്ത് പറ്റും? അവിടെ കറണ്ട് നന്നായിട്ട് കൂടും. നമുക്കറിയാം B1 എന്നുള്ളതിന്റെ ആംപിയറേജ് എന്താണ്? കുറവായിരിക്കും അല്ലെ? പവർ എത്രയാണ്? 3 വാട്ടും വോൾട്ടേജ് 3 വോൾട്ടും ആണ്. I is equal to P ഡിവൈഡഡ് ബൈ V ആണ്. അപ്പൊ എത്രയാണ്? P 3ഉം ഇത് 3ഉം ആണ്. അപ്പൊ എത്ര കിട്ടും? 1 ആംപിയർ ആണ് ഫ്യൂസ് ആണ് എന്ത്? 1 ആംപിയർ ആണ് എന്ത്? ആംപിയറേജ് B1ന്റെ. പക്ഷെ ഇവിടെ കറണ്ട് നന്നായിട്ട് കൂടും. എവിടെ? റെസിസ്റ്റൻസ് കുറയുമ്പോൾ. അപ്പൊ എന്ത് പറ്റും? ബൾബുകള് വർക്ക് ചെയ്യില്ല. അവിടെ ഓട്ടോമാറ്റിക്കലി ഇത് ഫ്യൂസ് വിൽ മെൽറ്റ്. അപ്പം ഫ്യൂസ് ഇവിടെ ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഫ്യൂസ് കാണിക്കാത്തത് കാരണം എക്സസ് കറണ്ട് ബൾബിലേക്ക് കൂടെ പോയിട്ട് അത് ഹീറ്റ് ആയിട്ട് അതിന്റെ ഫിലമെന്റ് ഫിലമെന്റ് ഡിസ്കണക്ട് ആവും. ഫിലമെന്റ് പോവും, അത് വർക്ക് ചെയ്യില്ല. ഓക്കെ, അപ്പം റെസിസ്റ്റൻസ് വിൽ ഡിക്രീസ് ആൻഡ് ദ കറണ്ട് ഇൻക്രീസ് ആൻഡ് ദ ബൾബ് വിൽ ഫ്യൂസ്. ബൾബ് ഫങ്ഷണൽ ആവില്ല. അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് വെക്കുക. Write 2 disadvantages of incandescent bulb. What is the arrangement or facility provided to increase the life of such bulbs? How does the oxidation of filament reduced in such lamps? ഇൻകാൻഡസന്റ് ലാമ്പുകളുടെ 2 പോരായ്മകൾ എന്തെല്ലാം? ആ ബൾബുകളുടെ ആയുസ് കൂട്ടുവാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തനം എന്ത്? ഈ ബൾബുകളിൽ ഫിലമെന്റിന്റെ ഓക്സീകരണം തടയുന്നത് എങ്ങനെ? കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനിൽ ഇതിന്റെ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഇൻകാൻഡസന്റ് ബൾബുകളുടെ 2 പോരായ്മകൾ. ഇത് നമ്മൾ ബൾബ് ഹീറ്റ് ലൈറ്റ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒരുപാട് ഹീറ്റ് എനർജിയാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പം ഇൻകാൻഡസന്റ് എന്തൊക്കെയാ? ഇവ അധികമായി വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കി മാറ്റുന്നു. എ പോർഷൻ ഓഫ് ഇലക്ട്രിക് എനർജി ഇസ് ലോസ്റ്റ് ആസ് ഹീറ്റ്.
അതുപോലെ ഷാഡോ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ബൾബ് അങ്ങനെയുള്ള ബൾബ് യൂസ് ചെയ്തവർക്കറിയാം, അതിന് ഒരുപാട് നിഴൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അത് ഒരുപാട് നാൾ നിൽക്കില്ല, വേഗം പോകും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് LED ബൾബുകളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. ആ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതാണ്, അത് ഒരുപാട് കാലം നിൽക്കും. വാട്ട് ഈസ് ദ അറേഞ്ച്മെന്റ് ഓർ ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു ഇൻക്രീസ് ദ ലൈഫ് ഓഫ് സച്ച് ബൾബ്? അപ്പൊ ഇവിടെ ആയുസ് കുറവാണെന്നുള്ളത്, അപ്പൊ അതിന്റെ ലൈഫ് കൂട്ടാൻ വേണ്ടി കുറഞ്ഞ മർദ്ദത്തിൽ ആർഗൺ പോലെയുള്ള അലസവാതകങ്ങൾ നിറച്ചിരിക്കുന്നു. വെപ്പറൈസേഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ filling some inert gas at low pressure inside the bulb. Nitrogen is usually used for this purpose. Inert gas അല്ലെങ്കിൽ നൈട്രജൻ രണ്ടും യൂസ് ചെയ്യാം. ഏതെങ്കിലും ഇനേർട്ട് ഗ്യാസോ അല്ലെങ്കിൽ നൈട്രജനോ യൂസ് ചെയ്തിട്ടാണ് അതിന്റെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് വായുവായിട്ട് പ്രവർത്തിക്കുമ്പം ഓക്സീകരിക്കും. അപ്പം അതിന്റെ ലൈഫ് കുറയും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം വായുവായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനേർട്ട് ഗ്യാസ് വെക്കുന്നത്. How does the oxidation of the filament be reduced in such lamps? In order to avoid oxidation of tungsten, the bulb is evacuated. അപ്പൊ അതിനുള്ളിൽ ബൾബിനുള്ളിൽ അതിനെ വാക്വം ആക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓക്സിഡേഷൻ കുറക്കാൻ പറ്റും. ഡയറക്റ്റ് കോണ്ടാക്ട് വരില്ല, എയറുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് 2 ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻകാൻഡസെന്റ് ബൾബ്. അത് കഴിഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സർക്യൂട്ടിലൂടെ അനുവദനീയമായതിലും അധികം വൈദ്യുതി കടന്നു പോയാൽ ഫ്യൂസ് വയർ ഉരുകി പൊട്ടിപ്പോയി വൈദ്യുത ബന്ധം വിച്ഛേദിക്കുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. When excess electric current flows through the circuit, fuse wire melts and breaks the circuit. Whether heat energy produced when a load amount of current flows in the circuit? If yes, why doesn't the fuse wire break? അനുവദനീയമായ അളവിൽ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഫ്യൂസ് വയറിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഫ്യൂസ് വയർ പൊട്ടാത്തത് എന്തുകൊണ്ട്? സർക്യൂട്ടിൽ അനുവദനീയമായതിലും അധികം വൈദ്യുതി കടന്നു പോകുമ്പോൾ ഫ്യൂസ് വയർ ഉരുകി പൊട്ടുന്നത് എന്തുകൊണ്ട്? അതായത് നമുക്കറിയാം, ഹീറ്റിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ വൈദ്യുതിയുടെ താപഫലമാണ് ഫ്യൂസ് വയറിന്റെ പ്രവർത്തന തത്വം. അപ്പം നമ്മൾ അതിൽ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കറണ്ട് പോകുന്ന സമയത്ത് അത് ഉരുകുന്നില്ല. പക്ഷെ അതിന് അലോഡ് ആയിട്ടുള്ള കറണ്ടിലും അധികം പോകുമ്പോൾ ഫ്യൂസ് വയർ മെൽറ്റ് ആവുന്നു. അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം. അപ്പം വൈദ്യുതി പ്രവഹിപ്പിക്കുന്ന മുഴുവൻ സമയവും ഫ്യൂസ് വയറിൽ ചെറിയ തോതിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഈ താപം ചുറ്റുപാടുകളിലേക്ക് പ്രേഷണം ചെയ്തു പോകുന്നു. ഫ്യൂസ് വയറിന് ദ്രവണാങ്കത്തിന് വേണ്ട താപം ലഭിക്കുന്നില്ല. അപ്പൊ ഇവിടെ മെയിൻ പോയിന്റ് ഇവിടെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളതാണ്. ദ്രവണാങ്കത്തിന് വേണ്ട താപം ലഭിക്കുന്നില്ല, അത്ര എഴുതി കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടി. ഫ്യൂസ് വയറിന്റെ പ്രതിരോധം മൂലം ഉയർന്ന താപനില ഉണ്ടാക്കുന്നു. അപ്പോൾ പ്രേഷണം വഴി നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ കൂടുതൽ താപം യൂണിറ്റ് സമയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ ഫ്യൂസ് വയർ ഉരുകുന്നു. ഓക്കെ, അപ്പം heat is produced when the current is flowing through the fuse wire. Small quantity of heat is produced, but that heat is transmitted to the surroundings. The heat is not enough to melt the fuse wire. When more current is flowing, more heat is generated. Due to that heat, fuse wire melts. അപ്പൊ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ക്രോസ് ചെയ്യുമ്പോഴാണ്. സാധാരണഗതിയിൽ കറണ്ട് പോകുമ്പോഴും അവിടെ താപം ഉണ്ടാവുന്നുണ്ട്, എക്സസ് കറണ്ട് പോകുമ്പോഴും താപം ഉണ്ടാവും. പക്ഷെ എക്സസ് കറണ്ട് പോകുമ്പോൾ താപം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലായിരിക്കും. ആ കൂടുതലാവുമ്പോൾ എന്ത് പറ്റും? ആ വയറിന്റെ ഫ്യൂസ് വയറിന്റെ മെൽറ്റിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. ആ മെൽറ്റിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ എന്ത് പറ്റും? ഫ്യൂസ് വയർ മെൽറ്റ് ആവും, പിന്നെ സർക്യൂട്ട് ബ്രേക്ക് ആവും. അപ്പൊ 2 സമയത്തും കറണ്ട് പോകുന്ന സമയത്തൊക്കെ താപം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ അനുവദനീയമായ അളവിൽ കൂടുതൽ പോകുമ്പോൾ കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിന്റെ ദ്രവണാങ്കത്തിന് മേലേക്ക് അതിന്റെ ചൂട് പോകുമ്പോഴേക്കാണ് ഫ്യൂസ് വയർ മെൽറ്റ് ആവുന്നത്. ഓക്കെ, ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് 2 പാർട്ടിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. ഇത്രയും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിന് വരാൻ പറ്റുന്ന, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഈ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പൂളിലുള്ളത്. അപ്പം ആ ഇന്നത്തെ ക്ലാസ്സും ഇതിന് മുന്നത്തെ ക്ലാസ്സും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഒരു ക്ലാസ് കൂടി നമ്മൾ ഈ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ പൂൾ തന്നെ ഡിസ്കസ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ അപ്ഡേറ്റ് കിട്ടും.
ക്ലാസ് മിസ് ചെയ്യാതെ കാണും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്നുള്ളതിന്റെ ലാസ്റ്റ് പാർട്ട്. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻ ഒരു 24 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം അതാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.